ഹലോ, ഒരു ബേബി പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ബോട്ടത്തിൻ്റെ ക്ലോത്ത് ഡയപ്പറാണേ. കണ്ടോ, ഇതാണ് ക്ലോത്ത് ഡയപ്പർ. ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ, നല്ല രസമില്ലേ? അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും ഉണ്ട്, ആമസോണിലും എല്ലാം ഉണ്ട്. ഇത് ഞാൻ വാങ്ങുമ്പോൾ 411 സംതിങ് അത്ര പൈസ ആയിക്ക്. ഇതാണ് ക്ലോത്ത് ഡയപ്പർ. ഇതാണ് അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റാണ് ഉള്ളിൽ. അങ്ങനെ ഇറിറ്റേഷനും കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് എൻ്റെ മോനെ ഞാനിപ്പോൾ കുറച്ചായി ഉപയോഗിക്കുന്നു. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. കുറേ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സൈസൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ മോന് 2.5 മാസമായി. അപ്പോൾ നമുക്ക് ഓരോ കുട്ടിക്ക് ഓരോ സൈസ് ആയിരിക്കില്ലേ, കണ്ടോ ഭയങ്കര സോഫ്റ്റാണ്. അവിടെ ഒരു ബട്ടൺ കണ്ടോ, നമ്മൾ ആ ബട്ടണിലോട്ടേക്കാണ് നമ്മൾ അതിനുള്ളിൽ നമുക്കൊരു ക്ലോത്ത് പാഡ് ഉണ്ട്. ഇതാണ് ക്ലോത്ത് പാഡ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ഇതും ഒരു ഭാഗം ഭയങ്കര സോഫ്റ്റും ഒരു ഭാഗം കുറച്ച് ഹാർഡുമാണ്. ഈ ഹാർഡ് പോർഷനാണ് അതിൻ്റെ ബാക്ക് ഭാഗമായിട്ട് വരുന്നത്. നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ഭയങ്കര നല്ല കട്ടിയുള്ള സാധനമാണ്. ഒരു നൈസായിട്ടുള്ള സാധനമൊന്നുമല്ല, നല്ല കട്ടി. അപ്പം മടക്കി വെക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കട്ടി കിട്ടും. ഇതാണ് അതിൻ്റെ ബട്ടൺ. ഈ ബട്ടണാണ് നമ്മൾ ആ ക്ലോത്ത് ഡയപ്പറില്ലേ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുക. അങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്യുമ്പോഴത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നി മാറത്തില്ല. കുട്ടി ഇപ്പോൾ കളിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ലീക്കേജും കാര്യങ്ങളും അത് അവിടെ തന്നെ നിന്നോളും. അപ്പോൾ അത് നല്ലൊരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുക. കാരണം കുറേ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ബട്ടൺസ് പോയി, അത് പിടിച്ച് വലിച്ചപ്പോൾ പോയതാണ്. നിങ്ങൾ വാങ്ങുമ്പോൾ നല്ലോണം കൈകാര്യം ചെയ്യുക. ഞാൻ അന്ന് തന്നെ പൊട്ടിച്ചു അത്. അപ്പോൾ പക്ഷേങ്കിൽ കുഴപ്പമില്ല, ഇതിനകത്ത് കുറേ ബട്ടൺസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് സൈസ് അറേഞ്ച് ചെയ്ത് വെക്കാം. എൻ്റെ മോന് കുറച്ച് ലൂസാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു 3-4 മണിക്കൂറൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉപയോഗിച്ചൊരു അനുഭവത്തിൽ പറയുന്നതാണെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. അതിന് കൂടുതൽ വയ്ക്കുമ്പോൾ ലീക്കേജ് ഉണ്ടാകുന്നുണ്ട്. ലീക്കേജ് എന്നല്ല, എനിക്ക് അവിടെ ഇവിടെയൊക്കെ നനവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അധിക സമയം വെക്കാറില്ല. കുറച്ച് സമയം രാവിലെയൊക്കെ അങ്ങനെ സമയങ്ങളിലൊക്കെ, രാത്രി അങ്ങനെ വെക്കാറില്ല. രാവിലത്തെ സമയത്ത് മാത്രമേ വെക്കാറുള്ളൂ. പക്ഷേ എനിക്കങ്ങനെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും അവന് തോന്നുന്നില്ല. നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് ഡയപ്പറൊക്കെ നമുക്ക് ഒഴിവാക്കാമല്ലോ. അതുകൂടാതെ ഞാൻ എക്സ്ട്രാ ഫ്ലിപ്പിൽ തന്നെ 3 ഇൻസേർട്ടിങ് പാഡ് വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഉള്ളൂ, 1 ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ